പോവാടാ. എന്താ പറ്റി? ഒന്നുമില്ല, സിറ്റുവേഷൻ ഒന്നുമില്ലല്ലോ. സിറ്റുവേഷൻ തീർന്നില്ലേ? നിന്നെ ചുമ്മാ ഇടിച്ചു കളിക്ക് പിറ്റാക്കുന്നുണ്ടായിരുന്നോ? ഞാൻ വണ്ടി എടുത്തോണ്ടേ ഒരു മറ്റേ ഏതോ ഗ്യാങ്. എവിടെ? എപ്പോ? ഓ ഫുള്ള് ഫിറ്റിംഗ് ആണോ? ഞാൻ കണ്ടില്ലല്ലോ. എന്താണെന്ന് അറിയത്തില്ല. ബാക്കിലുണ്ട്. നീ വണ്ടി കയറി, ഇങ്ങോട്ട് വണ്ടി കയറി. എന്താ ബ്രോ? അല്ല എന്താ ബ്രോ? പേര് ഷമീർ. എന്തെടുക്കുന്നു വീട്ടില്? ഞാൻ ഒന്നും എടുക്കുന്നില്ല, വെറുതെ നടക്കാം. വെറുതെ നടന്നാ മതി. എന്തേ എടുത്തൂടെ? എന്താ എടുക്കേണ്ടത്? എനിക്ക് എന്താ എടുക്കണ്ടേ? പണി എന്തായാലും എടുത്തൂടെ? ഇങ്ങനെ ഉപകാരം എന്താ? അല്ലെങ്കിൽ നീ ചെലവിന് തരുമോ? അല്ലേ ബ്രോ, ബ്രോനോട് പണിക്കോനല്ലേ പറഞ്ഞേ? ബ്രോ പണിക്കൂടെ? എന്തിനാന്ന് ഞാൻ പണിക്ക് പോണോ വേണ്ട നീയാണോ തീരുമാനിക്കല്ലോ? ബ്രോ ഇതിന് കൊണക്കുന്ന എന്തിനാന്ന്? നീ എന്തിനാടാ കൊണക്കുന്നേ? ആരാ ബ്രോനോട് കൊണച്ചേ? എടാ ഗ്യാരേജിലേക്ക് ഒന്ന് വരുമോ? മുതുക്ക് ഗ്യാരേജ്. എല്ലാരും 5 മിനിറ്റിൽ ഇവിടെ എത്തണം. ഇവിടെ മറ്റേ ഈ വണ്ടി കൊണ്ടിരുന്ന സ്ഥലമുണ്ടല്ലോ. റിപ്പയർ. പറയടാ. പറഞ്ഞു എന്താ നീ എന്നോട് പണിക്ക് പോകാൻ പറയാ? നീ ആരടാ? പണിക്ക് പോക്കോടെ നീ ആരോടാ ചെലവിന് വരുന്നത്? ഒറ്റ മിനിറ്റ് റിപ്പയർ 5 മിനിറ്റിനുള്ളിൽ റിപ്പയർ എത്തണേ. കുഞ്ഞിനെ ഒന്ന് തരാടാ. ഞാൻ കേട്ടോ. നീ ഒന്ന് വെയിറ്റ് ചെയ്യും മോനെ. നീ ഒന്ന് വെയിറ്റ് ചെയ്യും. നിന്റെ സെക്യൂരിറ്റി ടീമിനെ വിളിക്കാം. ആയിരിക്കാടാ ചൊറിയ ആയിരിക്കാ? നിങ്ങൾക്കാണോടാ കടച്ചല്? എവിടെ പറയടാ. കത്തുന്നു ഷമീറ കത്തുന്നു. ഇതെന്തോ ഇത്? ഇവിടെ ഷമീറിനെ അടിക്കുന്നടാ. ഇവിടെ വന്ന എല്ലാരും ഇവിടെ വന്ന റിപ്പയർ വന്നേ. ഇവിടെ കത്തുന്നടാ. ഡെയിലർ റിപ്പയർ എത്തിക്കേ. കത്തുന്നടാ. ഒന്നും ചെയ്യാനില്ല, നാശം പിടിക്കാൻ. റിപ്പയർ വന്നേ. ഹലോ, സീൻ എന്തിര്? ഹലോ വെയിറ്റ്. ഷമീർ കത്തലാണ്. ഫയർ ചെയ്ത് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഫയർ ആരാ ചെയ്തേ? ഫയർ ചെയ്തോ. എനിക്ക് കണ്ടോ കത്തല, ഒന്നും ചെയ്യാനില്ല. ആരാ അടിക്കുന്നേ? ഇപ്പോൾ കറൻ്റ് നല്ലൊരു കിഡിലൻ ഫൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. T47 vs MRZ. നമുക്ക് നോക്കാം ഇവിടെ ആരടിക്കും. നിങ്ങൾക്ക് പോൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പോളിലൂടെ നിങ്ങൾക്ക് ഗ്യാങ്ങിനെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗ്യാങ്ങിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. T47 ഇവിടെ എത്തിയിട്ടുണ്ട്. MRZ-ഉം T47 കണ്ടുമുട്ടുന്നു. ഫിറ്റിംഗ്. ഓക്കെ. T47 ഭാഗത്തുനിന്ന് ഫസ്റ്റ് ഫയറിങ് അസെൻസിയോ ഇറങ്ങി അടിക്കുന്നുണ്ട്. T47 അസെൻസിയോ ആണ് ഇറങ്ങി അടിക്കുന്നത്. ഇല്ല, ഫുൾ സ്ക്രീൻ ഇരുന്ന് കാണുക ഗൈസ്. എല്ലാവരും ഫുൾ സ്ക്രീൻ ഇരുന്ന് കാണും. ബെറ്റർ ടു നല്ലൊരു HD ദൃശ്യമൊക്കെ ഇവിടെ അസെൻസി ഇവിടെ ഇറങ്ങി അടിക്കുന്നുണ്ട്. ഇവിടെ QW-നെയാണ് ഇറങ്ങി അടിക്കുന്നത്. QW ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. അസെൻസിയുടെ ഏരിയയിലേക്ക് QW അടിക്കുന്നുണ്ട്. ഓക്കെ, MRZ വെഹിക്കിൾസിലേക്ക് തിരിച്ച് കയറിയിട്ടുണ്ട്. അസെൻസിയോ വീണ്ടും MRZ മല ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കറൻ്റ്. അതൊരു
ഓക്കെ, ഇവിടെ കറന്റ് MR സെറ്റ് കുത്തിയിട്ടുണ്ട്. ഇവിടെ മേലെ ഓപ്പണിന് മേലെ കുത്തിയിട്ടുണ്ട് MR സെറ്റിന് പ്ലേസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് വെഹിക്കിൾസോളം കുത്തിയിട്ടുണ്ട്. ഇവിടെ 2 വെഹിക്കിളോളം ഇവിടെ കുത്തിയിട്ടുണ്ട്. ഒറ്റൊരു വെഹിക്കിൾ ഇല്ല, ഒറ്റൊരു വെഹിക്കിൾ മാത്രം കുത്തിയിട്ടുള്ള. തിരിച്ച് വെഹിക്കിൾസിലേക്ക് കയറുന്നു. ഓക്കെ, ഇവിടെ ഒരു വണ്ടി കുത്തിയിട്ടുണ്ട്. ടെറൻഡിയോസിൻ്റെ വണ്ടിയാണ് കുത്തിയിട്ടുള്ളത്. ഹായ്. ഓക്കെ, T47 തൊട്ട് താഴെ കളിക്കുന്നുണ്ട്. ഇവിടെ T47 എവിടെ ഇറങ്ങി താഴെ അല്ലേ? മാധവനുണ്ണി ഇറങ്ങി അടിക്കുന്നുണ്ട്. നീൽ ഇറങ്ങി അടിക്കുന്നുണ്ട്. മാധവനുണ്ണി നീലുമാണ് ഇറങ്ങി അടിക്കുന്നത്. ഇത് KTM സൺലൈറ്റ് ആണോ? അത് സൺലൈറ്റ് ഹൈഡാ. ഗോകുൽ നാരായൺ എല്ലാവർക്കും 25 vs 25 ഒരു കിടിലൻ കൗണ്ടിലാണ് 2 ഗ്യാങ്ങും നിൽക്കുന്നത്. ആരടിക്കും പ്രീവാർ, ആരടിച്ചെടുക്കും? മാധവനുണ്ണി ഉണ്ടോ? T47 മാധവനുണ്ണി. T47 മാധവനുണ്ണി ഉണ്ട്. നോക്കിയാണ് മാധവനുണ്ണി ഉണ്ട്. എല്ലാവരും മാധവനുണ്ണി ഫാനാണോ? മാധവനുണ്ണി ഫാൻസ് ആണോ? പീലൊന്നുമില്ല. പീല് 4 പീലുള്ളൂ. പീലൊരു പ്രശ്നമില്ല. പീലൊന്നൊന്നുമില്ല. പെർഫെക്റ്റ്ലി ഓക്കെ സർ. ഇല്ല ദാമുണ്ട്. ദാമുണ്ടായിരുന്നല്ലോ. ദാമുണ്ട്. എടാ മറ്റേ അനൗൺസ്മെന്റ് ഇട്ടടാ. You are not allowed to hold a location more than 5 minutes. മറ്റേ ഏറ്റവും ലാസ്റ്റത്തെ മറ്റേ അനൗൺസ്മെന്റ് ലൊക്കേഷൻ ഹോൾഡിങ്ങിന്റെ. ഒരു ഈസി ഒക്കെ എടുത്തിട്ട് വേണം ഗൈസ് നമുക്ക് കിടിലിനൊക്കെ നല്ലൊരു സ്പെക്കൊക്കെ. ഓക്കെ, MR സെറ്റ് നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് T47 കയറി വന്നിട്ടുണ്ട്. T47 MR സെറ്റ് നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് വന്നിട്ടുണ്ട്. T47 ഇവിടെ ഇറങ്ങുമ്പോൾ T47 ഇവിടെ ഇറങ്ങി അടിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി അടിക്കുന്നുണ്ട്. ഓക്കെ, MR സെറ്റ് ഇപ്പോൾ കറന്റ് ഇപ്പോൾ കറന്റ് ഇവർ T47 നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് വന്നിട്ടുണ്ട്. MR സെറ്റ് ഓക്കെ, MR സെറ്റ് T47ൻ്റെ ഒറ്റൊരു വെഹിക്കിളിന് മാത്രമായിട്ട് ഫിറ്റ് ചെയ്ത്. ഓക്കെ, വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. അവിടെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഓക്കെ, T47 MR സെറ്റ് ഇവിടെ മൊത്തത്തിലൂടെ ഇറങ്ങിയിട്ടുണ്ട്. T47 ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ലൈക്ക് അവിടെ പെട്ടുപോയിട്ടുണ്ട്. ഐ തിങ്ക് ലൈക്ക് ഡൗൺ ആവാൻ നല്ലൊരു ചാൻസ് കാണുന്നുണ്ട്. T47 ലൈക്ക് അവിടെ ഡൗൺ. MR സെറ്റ് സൈമാലിക്കാൻ കിടു ഓർപ്പിക്ക് വെച്ചിട്ടുണ്ട്. ലൈക്ക് ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുരളി ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, 2 പേരാണ് ഡൗൺ ആയിട്ടുള്ളത്. T47ൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ MR സെറ്റ് ഇവിടെ ഇറങ്ങി അടിക്കുന്നുണ്ട്. MR സെറ്റ് നല്ല രീതിക്കൊരു ഹാർഡ് പുഷാണ് ചെയ്തിട്ടുള്ളത്. ഒരു കിടിലം ഫൈറ്റ് MR സെറ്റ്. ഓക്കെ, T47 അസൻസി അവിടെ ഒരു ചാപ്സിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. സൈമാലിക്ക് ഇവിടെ വെക്കുന്നുണ്ട്. അയ്യോ, ഡാർസൽ ബ്ലേക്ക് ഡൗൺ ആവാൻ നല്ലൊരു ചാൻസ് ഞാൻ കാണുന്നു. വീഡിയോ ഒന്നുമില്ല. ഓക്കെ, 2 പിക്ക് കേഴ്സ്പീന് അടുത്തൊരു പിക്ക് എടുത്തിരിക്കുന്നു. ജോഡക്സ് സുബാസ് ഒരു പിക്ക് എടുത്തിട്ട് ജോക്കർ ഡൗൺ ആവാൻ നല്ലൊരു ചാൻസ് കാണുന്നുണ്ട്. ജോക്കർ കവറിലേക്ക് കയറുന്നു. ഓക്കെ, ക്വാർട്ടർ അവിടെ പ്ലേ ബോയ് കാർത്തിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. അവിടെ സിക്ക് മാരി അവിടെ ഒരു ലിബിൻ എരുമിലിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, T47 നീൽ അവിടെ ബുള്ളിനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ജാസി അവിടെ ബ്രൂട്ടൂനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, MR സെറ്റ് ഓക്കെ ഫെയിൻ്റ് അവിടെ ഒരു പിക്ക്. MR സെറ്റ് പ്രണവ് സൈറ്റ് തന്നെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. അവിടെ നല്ലൊരു കിടിലൻ ഫൈറ്റ്. T47 അസൻസി അവിടെ ഒരു പിക്ക് ഉണ്ട്. ജാസി അടുത്തൊരു പിക്ക്. ജാസിയുടെ 2ാമത്തെ പിക്ക്. ഓക്കെ, ഒസാക്ക അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. വിസ്ഡം ഒരു പിക്ക്. ബ്രോക്കൺ ഒരു പിക്ക്. ഷെയ്ഖ് നൂമാൻ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. മാധവനുണ്ടി ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ദാമു PP ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. നല്ലൊരു കിടിലൻ സിറ്റുവേഷൻ.
കറന്റ് ആരും തന്നെ ഓൾ ഡൗൺ അല്ല. ഇനിയും പ്ലേയേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ പ്ലേയേഴ്സ് ഉണ്ട്. രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് T47 പ്ലെയർ കൗണ്ട് കമ്പയറിംഗ് ടു MRZ കുറവാണ്. T47 പ്ലെയർ കൗണ്ട് MRZ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് ഇല്ലേ? ഓക്കെ, T47 ഇവിടെ ബൂമർ. ഓക്കെ, ഇവിടെ ഫാൽക്കൺ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. പൂലി ഇന്ത്യച്ചൂടെ 2 പിക്ക് റണ്ണർ സൈഡിന് ഫാൽക്കൺ എടുത്തിട്ടുണ്ട്. പൂലി ഇന്ത്യച്ചൂടെ ഇവിടെ തിരിച്ച് മലയുടെ മേലേക്ക് കയറുന്നതായിട്ട് കോൾ ഔട്ട് കൊടുത്തിട്ടുണ്ട് T47. ഓക്കെ, MRZ തിരിച്ച് മലയുടെ മേലേക്ക് കയറുന്നുണ്ട്. നമ്മുടെ കറന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കിട്ടില്ലൻ ഫൈറ്റ്, നല്ലൊരു കിട്ടില്ല. T47 റഷിങ്, ഡയറക്ട്ലി റഷിങ്. T47 നല്ല അഗ്രസീവ് ആയിട്ടാണ് കളിക്കുന്നത്. കിഡ് അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്, വിസ്റ്റം അവിടെ ഒരു പിക്ക് എടുത്തിരുന്നു. ഓക്കെ, നീൽ അവിടെ ഒരു പിക്ക്, നീലിന്റെ 3ാമത്തെ പിക്ക് എന്തോണ്, നീൽ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഓ, പൂവള്ളി ഇന്ത്യച്ചൂടിന്റെ 3ാമത്തെ പിക്ക്. ബ്ലേക്ക് ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഇവിടെ കറന്റ് നോക്കുകയാണെങ്കിൽ വിസ്റ്റം ഒരു പിക്ക്, അസെൻസിയോടെ 3ാമത്തെ പിക്ക്, ആഷ് ഒരു പിക്ക് എടുത്തിരിക്കുന്നു. നല്ലൊരു കിഡിലെ ഫൈറ്റ്. MRZ വേഴ്സസ് T47 നല്ലൊരു കിഡ്. അസെൻസിയോടെ അടുത്തൊരു പിക്ക്, നീലിന്റെ അടുത്തൊരു പിക്ക്, കിഡു അടുത്തൊരു പിക്ക് എടുത്തിരിക്കുന്നു. കിഡു 3 പിക്ക് എന്തോ എടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ലാസ്റ്റ് 2 ആണ്. ഷെയ്ക്കും പിന്നെ അതുപോലെ തന്നെ കിഡും കൂടി ഉള്ളൂന്ന് തോന്നുന്നു. ഷെയ്ക്കിനെ ഷക്ലൻ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഐ തിങ്ക് കിഡു ലാസ്റ്റ് മാൻ ആണ് തോന്നുന്നു. കിഡു ആണ് ലാസ്റ്റ് മാൻ എന്ന് തോന്നുന്നു. കിഡു ഇതൊരു ഇതിനുള്ള ട്രൈ ആണ്. ഓക്കെ, ഫെയിന്റിനെ ഡൗൺ ആക്കി. കിഡു 5ാമത്തെ പിക്ക്, കിഡുവിന്റെ 5ാമത്തെ പിക്ക് എന്തോടാ. കിഡുവിനെ അവിടെ ഫിസ്റ്റ് ചെയ്തുകൊണ്ട് കൊല്ലാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ. കിഡുവിന്റെ 6ാമത്തെ പിക്ക്, കിഡു 7 പിക്ക്. എവിടാ കിഡു? എവിടെ? ഓക്കെ, T47 അവിടെ MRZ ഓൾഡൗൺ ആയി. പറഞ്ഞു സംസാരം നോക്കി. T47 മൊത്തം GR മേടിച്ചോട്ടോ. ഇത്രയും വലിയൊരു തീട്ടത്തിനെ അവിടെ കണ്ടിട്ടില്ല. ഈ മല ഓടിക്കും. അവർക്കതേ പറ്റും. ഈ തീട്ടങ്ങൾ